അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ മക്കൾക്ക് ഒരാപത്തും അസുഖങ്ങളും ആപത്തും അവർക്കൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ പുറത്തു പോകുന്ന സമയങ്ങളിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മക്കളുടെ തലയിൽ കൈവച്ച് രണ്ട് ഇസ്മുകൾ ചൊല്ലുക. അതായത് ഏതൊക്കെ ഇസ്മുകളാണ്? യാ ഹഫീലു യാ അല്ലാ, യാ റക്കീബു യാ അല്ലാ. അല്ല, അത് അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ യാ ഹഫീലു യാ റക്കീബ്, യാ ഹഫീലു യാ റക്കീബ് എന്നീ രണ്ട് ഇസ്മുകൾ 12 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അതായത് യാ ഹഫീലു യാ റക്കീബ് 1, യാ ഹഫീലു യാ റക്കീബ് 2, അങ്ങനെ 12 തവണ ചൊല്ലുക. അതിനുശേഷം ആ ഇസ്മുകൾ ചൊല്ലിയതിനു ശേഷം മക്കളെ കൊണ്ട് ഇങ്ങനെ ചൊല്ലിപ്പിക്കുക. എങ്ങനെയാണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നും ചൊല്ലാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നും ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു ദുആയും കൂടിയുണ്ട്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഗൈനിൻ ലാമ്മ എന്നുള്ള ദുആയാണ്. ഈ ദുആയും എന്ത് ചെയ്യുക? ഇതോടൊപ്പം തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കുക. അവർ എല്ലാ ദിവസവും ഇത് ചൊല്ലുന്നത് കൊണ്ട് അവരത് കാണാതെ പഠിക്കും. ഇൻഷാ അല്ലാഹ് അത് ഉറപ്പായ കാര്യമാണ്. ഇത് എല്ലാ ദിവസവും അവർ പുറത്തു പോകുന്ന സമയങ്ങളിലും വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിലാണെങ്കിലും അവരെ പറയിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപകടങ്ങളൊക്കെ ഒരുപാട് നമുക്ക് പോലും അറിയാത്ത സാഹചര്യത്തിലാണ് വരുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ദുആയും അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാ മക്കളെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.